ജസ്ന കേസിൽ നിർണായക വഴിത്തിരിവ്. 6 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് അപ്രത്യക്ഷയായ ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലായിരുന്നു. എന്റെ ഫോട്ടോയോ പേരോ വരരുത് എന്ന് ആവശ്യപ്പെട്ടാണ് മുൻ ജീവനക്കാരി ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിനിധിയോട് സംസാരിച്ചത്. എന്തായാലും പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത്. പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ്, വെളുത്തിട്ടാണ്, എന്നേക്കാൾ മുടിയുണ്ട്, ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല, തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, റോസ് കളറുള്ള ചുരിദാറായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്നോട് പറഞ്ഞു. എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്ന്, കൂട്ടുകാരൻ വരാനുണ്ട്, അതിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. രാവിലെ 11:30 കാണുന്നത്. പയ്യൻ വന്നു, മുറിയെടുത്തു. രണ്ടുപേരും 4 മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. പയ്യനെ കണ്ടു, വെളുത്തും എലിഞ്ഞ പയ്യന. 102 നമ്പർ മുറിയാണ് എടുത്തത്. ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. CBI തന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചില്ലെന്നും ലോഡ്ജ് ജീവനക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുകയും ചെയ്തു. എന്തായാലും ജസ്ന ജെയിംസ് തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് CJM കോടതി രംഗത്തെത്തിയിരുന്നു. ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു തിരുവനന്തപുരം CJM കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. നേരത്തെ കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിനെതിരെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജിയിലാണ് തീരുമാനം. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് അറിയിച്ചുകൊണ്ട് ജെയിംസ് നൽകിയ ഹർജിക്കൊപ്പം മുദ്രവെച്ച കവറിൽ കേസിലെ തെളിവുകളും കോടതിക്ക് കൈമാറി ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും പെൺകുട്ടിയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാമെന്നും ജെയിംസ് നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ കോടതി CBIയോട് ആവശ്യപ്പെട്ടു. ജെയിംസ് സമർപ്പിച്ച തെളിവുകളെക്കുറിച്ച് അന്വേഷണം നടത്തിയോ എന്നറിയാനാണ് കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടത്. കേസ് ഡയറി വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. 2018 എരുമേലി മുക്കൂട്ടുതറ സ്വദേശിയായ ജസ്നയെ കാണാതായത്. ലോക്കൽ പോലീസും CBIയും അന്വേഷിച്ചിട്ടും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രംഗത്തെത്തിയത്. ജസ്നയെ പോലെ ഒരു കുട്ടിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. അതേസമയം ഇവർ പേര് വിവരങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് അവർ ഇക്കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത്.